ನಿಮ್ಮ ಬಗ್ಗೆ ನಾನು ತುಂಬ ಕೇಳಿದ್ದೀನಿ. സാർ പറയുന്നത് താങ്കളെ പറ്റി സാർ ഒരുപാട് കേട്ടിട്ടുണ്ടെന്നാണ്. ನಿಮ್ಮನ್ನು ಭೇಟಿ ಮಾಡಲು ತುಂಬ ಸಮಯದಿಂದ ಕಾಯ್ತಾ ಇದ್ದೀವಿ. താങ്കളെ കാണുവാൻ സാർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ എന്ത് ഹെൽപ്പാ താങ്കൾക്ക് ചെയ്തു തരണ്ടേ? ಅವರು ಕೇಳುತ್ತಿದ್ದಾರೆ, ನಿಮಗೆ ಹೇಗೆ ಸಹಾಯವಾಗಬೇಕು? ಇತ್ತೀಚೆಗೆ ನಾನೊಬ್ಬ ಡಾಕ್ಟರ್ನೇ ಭೇಟಿ ಮಾಡಿದೆ. ಅವರು ಹೇಳ್ತಾರೆ ನನಗೆ ಲಂಗ್ ಕ್ಯಾನ್ಸರ್ ಅಂತ. ಅದು ಬೇರೆ ടെർമിനൽ ക്യാൻസർ. സാർ ഈ ഇടയ്ക്ക് ഒരു ഡോക്ടറെ കാണുകയുണ്ടായി. ഡോക്ടർ പറഞ്ഞത് സാറിന് ലങ് ക്യാൻസറാണ്, അതും ടെർമിനൽ. ಇದು ನನ್ನ ಸೌಭಾಗ್ಯವೂ ಅಥವಾ ದೌರ್ಭಾಗ್ಯವೂ ಗೊತ್ತಿಲ್ಲ. ನನಗೆ ಮಕ್ಕಳಿಲ್ಲ. ഇത് സാറിൻ്റെ സൗഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്നറിയില്ല. സാറിന് കുട്ടികളില്ല. ನಾನು ಪ್ರೀತಿಸುತ್ತಿದ್ದು ಇಬ್ಬರು ಸ್ತ್ರೀಯರನ್ನೇ ಮಾತ್ರ. സാറ് 2 സ്ത്രീകളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ನನ್ನ ಹೆಂಡತಿ ಸ್ವಾತಿ ಮತ್ತು ನನ್ನ ಪ್ರೇಯಸಿ ಅಮಲ. ഒന്ന് സാറിൻ്റെ ഭാര്യ സ്വാതി, മറ്റേത് സാറിൻ്റെ കാമുകി അമല. ನಾನಿಲ್ಲಿ ಬರೋದಕ್ಕೆ ಮುಖ್ಯ ಕಾರಣ ನನಗೆ ಒಂದು ವಿಷಯ ತಿಳಿಬೇಕು. സാർ ഇവിടെ വരാനുള്ള കാരണം സാറിനൊരു കാര്യം അറിയാനാണ്. ನನ್ನ ಮರಣಾನಂತರ ನನ್ನ ಆಸ್ತಿಯು ಇವರಿಬ್ಬರಲ್ಲಿ ಯಾರಿಗೆ ಹೋಗಬೇಕು? സാറിൻ്റെ മരണശേഷം ഇവരിൽ ആർക്ക് സ്വത്തുക്കൾ കൊടുക്കണമെന്നാണ് അറിയേണ്ടത്. നമ്മുടെ കയ്യിൽ എത്ര സമയം ബാക്കിയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞേ? ನಮಗೆ ಎಷ್ಟು ಸಮಯದೆಂದು ಹೇಳಿದರೆ ಬಸ್? ಗರಿಷ್ಠ 3 ತಿಂಗಳು ಅಷ್ಟೇ. 3 മാസം മാക്സിമം. 3 മാസം. എന്നാ പിന്നെ സ്വത്ത് പകുതി ഈക്വലായിട്ട് 2 പേർക്കും കൊടുത്തൂടെ? ನಿಮ್ಮ ವಾಸ್ತುಗಳೆಲ್ಲ ಇಬ್ಬರಿಗೆ ಸೇರಿಸಿ ಕೊಡಬಹುದ? ನನ್ನ ಪ್ರೀತಿಯನ್ನು ಇವರಿಗೆ ಸಮಾನವಾಗಿ ಕೊಡಬಹುದು, ಆದರೆ ನನ್ನ ಆಸ್ತಿಯನ್ನಲ್ಲ. ಅದು ನಾನು ಒಬ್ಬರಿಗೆ ಕೊಡೋದು, ಇಬ್ಬರಿಗೆ ಕೊಡೋದೇ ಇಲ್ಲ. സാറിന് വേണമെങ്കിൽ സാറിൻ്റെ സ്നേഹം 2 പേർക്കായിട്ട് പകുതി കൊടുക്കാം. പക്ഷേ സ്വത്തുകൾ അത് ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ನಿಮಗಿದೊಂದು ವೇಳೆ ಭಾಳ ವಿಚಿತ್ರವಾಗಿ ಕಾಣಬಹುದು. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വിചിത്രമായി തോന്നാം. ನನ್ನನ್ನು ಯಾರು ಅತಿಯಾಗಿ ಪ್ರೀತಿಸುತ್ತಾರೋ ಅವರಿಗೆ ಮಾತ್ರ ನಾನು ಆಸ್ತಿಯನ್ನು ಕೊಡುವುದು. സാറിനെ ആര് അധികമായി സ്നേഹിക്കുന്നു അവർക്ക് മാത്രമേ സാർ സ്വത്തുക്കൾ കൊടുക്കുകയുള്ളൂ. എനിക്ക് താങ്കളെ ഒന്ന് തൊടാൻ പറ്റുമോ? ಅವರು ನಿಮ್ಮ ಕೈಗಳೊಂದು ಸ್ವಲ್ಪ ಮುಟ್ಟಬೇಕೆಂದು ಹೇಳಿದರು. ರೋಹಿತ, ಏನು ಸರ್? ಒಂದು ಪ್ರಶ್ನೆ. ಅವರು ಇಬ್ಬರಲ್ಲಿ ಯಾರನ್ನ ಸೆಲೆಕ್ಟ್ ಮಾಡ್ತಾರೆ ಅಂತ ಊಹಿಸ್ಬೋದಾ? ನನಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್. ಅವರಿರುವರು ನಮ್ಮನ್ನೇ ನಿಜವಾಗೂ ಪ್ರೀತಿಸುವ ಇಲ್ಲ ಎಂದು ನನಗೆ ಗೊತ್ತಿದೆ. ಅವರು ಪ್ರೀತಿಸುವುದು ನನ್ನ ಆಸ್ತಿಯನ್ನು. ನೀನು ಸಹ ನನಗೆ ಗೌರವ ಕೊಟ್ಟು ನನ್ನ ಸಾರದ್ದು ಕರೆಯೋದು ನೀನು ನನ್ನ ಆಸ್ತಿ ನೋಡಿ ಅಲ್ವಾ? എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, എന്നോട് പറഞ്ഞാണ്. അജയ്, യു കണ്ടിന്യൂ. ನೀವು ಇಲ್ಲಿದ್ದು ಸರಿ ಸರ್. ಈ ಪ್ರಪಂಚ ಇರುವುದೇ ಹಾಗೇನಪ್ಪ.
ಮನಸ್ಸಿನಲ್ಲಿ ಬೇರೆ ಏನಾದರೂ ಪ್ಲ್ಯಾನ್ ಇದೆಯಾ ಸರ್? ನನಗೆ ಯಾವುದು ತೀರ್ಮಾನ ಮಾಡೋಕ್ಕಾಗ್ತಾ ಇಲ್ಲ. ಅವರಾಗಿ ಹೇಳಲಿ, ಅದಕ್ಕೆ ತಾನೇ ನಾವಿಲ್ಲಿ ಬಂದಿರೋದು. ನಿಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಬೇರೆ ಏನೋ ಪ್ಲ್ಯಾನ್ ಇದೆ? ಇವನ್ನ ನೋಡಿದ್ರೆ ಗೊತ್ತಾಗುತ್ತೆ, ಇವನು ದುಡ್ಡಕ್ಕಾಗಿ ಏನು ಬೇಕಾದರೆ ಮಾಡ್ತಾನೆ. ಇವನ ಹತ್ರ ಇಲ್ಲರದ ವಿದ್ಯೆಯನ್ನು ಇದೆ ಎಂದೇಳಿ ನೂರಾರು ಜನರಿಗೆ ಮೋಸ ಮಾಡುವ ಇವನು ಭಾಳ ಕಿನ್ನಾಡಿ, ದೊಡ್ಡ ಬುದ್ಧಿಯಂತ. ನನಗೆ ಗೊತ್ತಾಗುತ್ತಿಲ್ಲ ಸರ್, ನಿಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಏನೋ ಇದೆ. ಸ್ವಾತಿ ಅಥವಾ ಅಮಲ ಇವರನ್ನೇ ಭೇಟಿ ಮಾಡಲಿಕ್ಕೆ ಪ್ರಯತ್ನಿಸಬಹುದು. ಅವರು ಇವರನ್ನ ಕೊಂಡುಕೊಳ್ತಾರೆ. ಮತ್ತೆ ಯಾಕೆ ಸರ್ ನಾವು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದು? ಈಗ ನಮ್ಮ ಕೆಲಸ ಸುಲಭ ಆಯ್ತಲ್ಲಪ್ಪ, ನಿನಗೆ ಇನ್ನೂ ಅರ್ಥ ಆಗಿಲ್ವಾ? ಅವನು ಸ್ವಾದಿ ಹೆಸರು ಹೇಳಿದರೆ ಆಸ್ತಿ ಅಮಲಕ್ಕೆ ಸೇರುತ್ತೆ, ಅಮಲ ಹೆಸರು ಹೇಳಿದರೆ ಆಸ್ತಿಯನ್ನು ಸ್ವಾದಕ್ಕೆ ಹೋಗಿ ಸೇರುತ್ತೆ. ಗೊತ್ತಾಯ್ತಾ? നമസ്കാരം. പ്രധാന വാർത്തകൾ. റാവു ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയുടെ MD രാമറാവു ശ്വാസകോശ അർബുദം മൂലം അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അന്ത്യം. മരിക്കുന്നതിന് മുമ്പ് 2500 കോടി രൂപയോളം വിലമതിക്കുന്ന സ്വത്തുക്കൾ രാമറാവുവിന്റെ ഭാര്യയായ സ്വാതിയുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സ്വാതി ഒന്നും പ്രതികരിച്ചിട്ടില്ല. രാമറാവുവിന്റെ കാമുകി എന്ന് പറയപ്പെടുന്ന അമലയും ഇതുവരെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. വാർത്തകൾ വിശദമായി. നീ എന്താ പറഞ്ഞേ? രാമറാവു നിന്നെ കാണാനാണ് ഇവിടെ വന്നത്. നീ പറയാതെ ഒന്നും അദ്ദേഹം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നീ എന്താ പറഞ്ഞേ? എന്നെ വിശ്വസിക്കുക, സ്വത്ത് മുഴുവൻ നിങ്ങളുടെ പേരിൽ എഴുതി വെക്കാനാ ഞാൻ പറഞ്ഞേ. പച്ചക്കള്ളം. യു സോൾഡ് മീ ഔട്ട്. നീ എന്നെ ചതിച്ചു. സത്യമായിട്ടും സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് തരാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാനല്ലേ പറ്റൂ, തീരുമാനം എടുക്കേണ്ട രാമറാവു അല്ലേ. എന്റെ റെക്കോർഡിങ്സ് ഉണ്ട്, വേണ്ട ഞാൻ കേൾപ്പിച്ചു തരാം. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ചെയ്യേണ്ടത് മുഴുവൻ രാമറാവു ചെയ്തു കഴിഞ്ഞു. പ്ലീസ്, ഐ ഡിഡ് മൈ ബെസ്റ്റ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. രാമറാവു ഇവിടുന്ന് സന്തോഷവാനായിട്ടാ പോയെ, അത്ര എനിക്ക് അറിയൂ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. അവള് നിനക്ക് എത്ര തന്നു? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ അതിലധികം ഞാൻ തരുമായിരുന്നല്ലോ. പിന്നെന്തിനാ നീ എന്നെ ചതിച്ചത്? ഞാൻ ചതിച്ചിട്ടില്ല. എനിക്കിവിടെ പണം കിട്ടുന്ന കാര്യമല്ല, പിന്നെ ഞാൻ എന്തിനാ ചതിക്കുന്നേ? അതെ, കാശിന്റെ കാര്യമായതുകൊണ്ടാ നിന്നെ എനിക്ക് വിശ്വാസമില്ലാത്തത്. അവള് കൂടുതൽ തരാന്ന് പറഞ്ഞാണ്. Then you ditch me for that bitch. ചിലപ്പോൾ അവർ ശരിക്കും രാമറാവുവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. പണത്തിനു വേണ്ടി ആയിരിക്കില്ല സ്വാതി രാമറാവുവിനെ സ്നേഹിച്ചത്. അത് അയാൾക്ക് മനസ്സിലായി കാണും. Yeah, I love his money. So what? പിന്നെ ഈ പറയുന്ന സ്നേഹനിധിയായ ഭാര്യയിൽ അദ്ദേഹം അത്ര ഹാപ്പി ആയിരുന്നെങ്കിൽ പിന്നെ ഞാനെങ്ങനെയാ അവരുടെ നടുക്ക് വന്നത്? അദ്ദേഹം എങ്ങനെയാ എന്നെ തേടി വന്നത്?
I loved him too. I loved him. കരയണ്ട. ഞാൻ മേഡത്തിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച മുഴുവൻ പണവും തിരികെ തന്നേക്കാം. പിന്നെ പലപ്പോഴായി രാമറാവ് കുറേ അധികം പണം തന്നിട്ടുണ്ട്, അതും തന്നേക്കാം. എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട. ഞാൻ മേഡത്തിനെ ചതിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞു വേണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ സ്നേഹിക്കുമായിരുന്നല്ലേ? I know him very well. ഇപ്പോഴും സ്വമേധയാ അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. She called me. ആര്? സ്വാതി, രാമറാവിൻ്റെ ഭാര്യ. റാവു ഫാർമസ്യൂട്ടിക്കൽസിന്റെ MD ആയിരുന്ന അന്തരിച്ച രാമറാവുവിന്റെ കാമുകി എന്നറിയപ്പെട്ടിരുന്ന അമലയാണ് ഇപ്പോൾ അവരുടെ സ്വന്തം ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണകാരണം വ്യക്തമല്ല. പോലീസും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തരാൻ വിസമ്മതിച്ചിരിക്കുന്നു. തല കറങ്ങുന്ന പോലെ ഞാൻ എങ്ങോട്ടോ വഴുതി വീഴുന്നു. എങ്ങോട്ടാണ് അറിയില്ല. ചില ഗന്ധങ്ങൾ എന്നിൽ നിന്ന് മാഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ മണം നഷ്ടപ്പെടാൻ തുടങ്ങിയോ? എനിക്ക് ഒരു മണവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചുറ്റും ഇരുട്ട് മാത്രം. ആരാവിടെ? അന്ന് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ഗന്ധം എന്നെ തേടി വന്നു. ഭീതിയുടെ ഗന്ധം.